വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് കപ്പയും കഴുകി ഉപ്പിട്ട് വേവിച്ച് കപ്പ ഊറ്റി വാങ്ങി വെച്ച് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ ബീഫ് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും സവോള എല്ലാം കൂടെ അരിഞ്ഞ് തിരുമ്മി വെച്ച് ബീഫ് വേവിച്ചെടുത്തിട്ട് ഞങ്ങൾ കപ്പയിലിട്ട് ഇളക്കി പിന്നെ തേങ്ങ വറുക്കും. ഞങ്ങൾ തേങ്ങ വറുത്ത് ചുമക്ക വറുത്തെടുക്കും. കൂട്ടുകാരെ തേങ്ങ വറുത്ത് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. തേങ്ങ വറുത്ത് വെച്ചിട്ട് മിക്സിയിൽ വെള്ളം തൊടാതെ തേങ്ങ അരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ കളർ കിട്ടും. ഈ ബ്രൗൺ കളർ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിക്കാതെ തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും. അപ്പോൾ നമ്മളിത് വറുക്കുമ്പോൾ ഇതിൽ പെരിഞ്ചീരകം, പിന്നെ മീറ്റ് മസാല, പിന്നെ ബീഫിലിടുന്ന മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ഏകദേശം ഒരു രൂപത്തിൽ നമ്മളിട്ടിട്ട് ഈ അരച്ച സാധനം കലക്കി നമ്മളിതിൽ ഒഴിക്കണം. അപ്പോൾ നമ്മളൊരു കുറച്ച് അഴഞ്ഞിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് മിക്സ് ചെയ്യുക. നമ്മളിത് വെള്ളം ഒഴിച്ച് ഇത്തിരി ഒഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി കുഴച്ചെടുത്തില്ലെങ്കിൽ ഇത് നമ്മൾ കഴിക്കാൻ നേരമാകുമ്പോൾ ഒത്തിരി കട്ടിയായി പോകും കപ്പ. ചില കപ്പ നൂറില്ലാത്ത കപ്പയാണെങ്കിൽ കട്ടിയാവൂല. ഈ കപ്പ എന്ന് പറഞ്ഞാൽ നല്ല നൂറുണ്ട്, പെട്ടെന്ന് വേകുന്നതാണ്. അപ്പോൾ നമ്മൾ കുഴച്ചെടുക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഒരുപാട് കഴിക്കാൻ സമയത്താകുമ്പോഴത്തേക്ക് തണുത്തിരിക്കുമ്പോൾ ഒരു രുചി വരില്ല. അപ്പോൾ നമ്മളിത് ഇളക്കി റെഡിയാക്കി എടുക്കുവാണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ കപ്പ കഴിക്കാൻ നേരം നമ്മൾ സവോള അരിഞ്ഞിട്ട് നമുക്ക് നാടൻ രീതിയിലാണ് ഇപ്പോൾ കപ്പ ഇറക്കി നമ്മൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിക്കാൻ നേരം ചൂടോടെ നമ്മൾ കഴിച്ച് പാത്രത്തിലെടുക്കത്ത് കഴിയുമ്പോൾ കുറച്ച് സവോള അരിഞ്ഞ് അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു കപ്പ ഇറച്ചിയും നമുക്ക് സ്വാദിഷ്ടമായ ഒരു വിഭവം നമുക്കിപ്പോൾ ഉണ്ടാക്കാം. ഞങ്ങളിവിടെ ഒരുവിധം സാധനങ്ങളൊക്കെ ഞങ്ങളിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് കൂട്ടുകാരെ. അപ്പം നിങ്ങളും ഇതൊന്ന് ശ്രമിച്ചു നോക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മൾ അത്ര ഇവിടെ ഇളക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അല്ല നമ്മൾ എല്ലാ വർഷവും ഇത് ഉണ്ടാക്കാറുണ്ട്. എല്ലാ സാധനങ്ങളും വീട്ടിലാണ് ഉണ്ടാക്കി കഴിക്കുന്നത്. ഫുഡൊക്കെ നാടൻ ഫുഡുകളെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് തേങ്ങ വറുത്തരയ്ക്കാതെ നമുക്ക് ഉണ്ടാക്കാൻ കൂട്ടുകാരെ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ പുഴുങ്ങി വാങ്ങിയിട്ട് നമ്മൾ ബീഫ് വെക്കണം. സാധാരണ ബീഫ് വെക്കുന്ന രീതിയിൽ കപ്പ വെച്ചിട്ട് നമ്മൾ ആ കപ്പയും ബീഫും കൂടെ ഇട്ട് സാധനം വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തേങ്ങ ചേർക്കാതെ നമുക്കുണ്ടാക്കാം. ഇതിപ്പോൾ നാടൻ രീതിയിൽ നമ്മൾ കുറച്ച് തേങ്ങ വറുത്തരച്ച് ചേർക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ടേസ്റ്റ് നമുക്കുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത്തിരി കുരുമുളകും കൂടിയും കൂടി ഇതിലേക്ക് ഇടണം നമ്മൾ, അതിൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ. അതെ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്.